നമസ്കാരം. രാമായണ മാസം തുടങ്ങുകയായി അല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ രാമായണ പാരായണം ഉയർന്നു കേൾക്കാം നമുക്ക്. അതായത് ഒരു അയോധ്യാരാമനിൽ നിന്ന് ഭഗവാൻ ശ്രീരാമനിലേക്ക് അല്ലെ ഈശ്വരത്വത്തിലേക്ക് എങ്ങനെ വളർന്നു എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമ്മം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമ്മം, വെറും ധർമ്മമല്ല, സാധാരണ ധർമ്മമല്ല. അവിടെ മനുഷ്യ ആത്മാവായിട്ട് അയോധ്യയിൽ ജനിച്ച രാമൻ അനുഷ്ഠിച്ചത് ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമ്മത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം, അതായത് ശ്രീരാമചന്ദ്രൻ ആ ഈശ്വര പദവിയിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ യാത്രയും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ രാമായണ മാസത്തിൽ ഞാൻ ആശംസിക്കുന്നു.